അമ്മയ്ക്കറിയാതെ പഞ്ചാരത്ത് കഴിക്കാൻ വേണ്ടി വന്നിക്കുവാ. പഞ്ചാര നല്ല മധുരമായിട്ടുണ്ടാവില്ലേ, അതാ കിട്ടോ. ഇവിടെ തന്നെ അമ്മ പഞ്ചാര വെച്ചിട്ടുണ്ട്, നമുക്ക് ഇട്ട് കഴിക്കാം. അപ്പൂസേ, ഇവിടെ 2 ഡപ്പയില്ലേ, ഏതില് പഞ്ചാര ഉണ്ടാവും? 2 കാണാൻ ഒരേപോലെ തന്നെ ഉണ്ട്. ഇതില് ഏതായിരിക്കും പഞ്ചാര? അപ്പൂസേ നിക്ക്, ഇതില് ഒന്ന് പഞ്ചാര, ഒന്ന് ഉപ്പുണ്ടാവും. ഉപ്പ് പഞ്ചാര പോലെ തന്നെ ഉണ്ടാവും, പക്ഷേ കഴിച്ചാ നന്നായിട്ട് ഉണ്ടാവില്ല. അത് എരിയും. നമുക്ക് ഉപ്പ് വേണ്ടട്ടോ, നമുക്ക് പഞ്ചാര മതി. ആദ്യം ഇതില് ഏത് ഡപ്പയില പഞ്ചാര ഉണ്ടെന്ന് നോക്കാം. നിക്കറിയില്ല, നീ കുട്ടിയല്ലേ. ചേച്ചിക്ക് തന്നെ ഉപ്പ് പഞ്ചാര അറിയുള്ളൂ. ചേച്ചി കഴിച്ച് നോക്കിയിട്ട് ഏതില് പഞ്ചാര ഉണ്ട് നോക്കിയിട്ട് നിനക്ക് തരാട്ടോ. ആദ്യം നമുക്ക് ഇട്ട ഡപ്പ നോക്കാം. ഇത് ഉപ്പ്, ഇത് പഞ്ചാരയല്ല. ഇത് നമുക്ക് വേണ്ടട്ടോ, ഇതവിടെ വെക്കാം. അപ്പൊ അതില് ഉപ്പ്, അപ്പൊ ഇട്ട ഡപ്പയിലെ പഞ്ചാര ഉണ്ടാവും. ഇട്ടോ, ഇത് നമുക്ക് ഇട്ട് നോക്കാം, ഇത് പഞ്ചാര ഉണ്ടോ നോക്കാം. പഞ്ചാര, ഇതാണ് പഞ്ചാര. നിക്ക്, ചേച്ചിയെ എടുത്തത്. ചേച്ചി ആദ്യം കഴിച്ചിട്ട് നിനക്ക് തരാട്ടോ. പഞ്ചാര സൂപ്പറായിട്ടുണ്ട്, നല്ല മധുരമുണ്ട്. നിക്ക് വേണോ? നിക്കിട്ടാ തരാ. അപ്പൂസേ, ഈ കഴിക്ക്, പഞ്ചാര ഇത് വായിലിട്ട് തരാ. ചേച്ചി പഞ്ചസാര ഇട്ട് ഇത് വായിലിട്ട് തരാ, നീ കഴിച്ചോ. ഇത് ഡപ്പയോട് വന്നോ? ഇത് ഡപ്പയോട് നിന്റെ കൈ തന്നാ നീ താഴെയിടും, ഇത് പൊട്ടിപ്പോവും. ഡപ്പ വേണ്ട, നീ കഴിച്ച്. ചേച്ചി ഇത് പഞ്ചസാര ഇട്ട് വായിലിട്ട് തരാ.
പഞ്ചസാര ഡബ്ബ ആരാ താഴെയിട്ട് പൊട്ടിച്ചത്? അമ്മ, ഞാൻ പൊട്ടിച്ചില്ല. അപ്പൂസാ പഞ്ചസാര ഡബ്ബ താഴെയിട്ട് പൊട്ടിച്ചത്. അപ്പൂസോ, അതിന്റെ ടേബിളിന്റെ മേലെയുള്ള പഞ്ചസാര ഡബ്ബ അവനെങ്ങനെ എടുക്കാൻ പറ്റും? അവനത് എത്തും കൂടി ഇല്ലല്ലോ. എനിക്ക് നല്ലോണം അറിയാ, നീ തന്നെ പഞ്ചസാര എടുത്ത് കഴിക്കാൻ വേണ്ടി അപ്പൂസിനെയും അടുക്കളയ്ക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടാവും. പഞ്ചസാര എടുത്ത് കഴിച്ച് പഞ്ചസാര ഡബ്ബനെ താഴെയിട്ട് പൊട്ടിച്ചിട്ട് അവസാനം അപ്പൂസാണ് പൊട്ടിച്ചെന്നാണോ പറയണേ? നിക്ക്, നിനക്കിപ്പൊ 2 തല്ല് വെച്ച് തന്നതിന് നീ ശരിയാവുള്ളൂ. അച്ചോ, അപ്പൂസേ, എന്തിനാ ഡബ്ബ പൊട്ടിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, അമ്മ വന്നാ നമ്മളെ തല്ലുന്ന്. ഇപ്പൊ അമ്മ രണ്ടുപേരും തല്ലും. ഞാൻ നിന്നെ കൊണ്ട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, അടുക്കളയിൽ വന്ന് ഇങ്ങനെ അറിയാതെ പഞ്ചസാര എടുത്ത് കഴിക്കാൻ പാടില്ലെന്ന്. അമ്മയ്ക്കറിയാതെ അടുക്കള വന്ന് പഞ്ചസാര എടുത്ത് കഴിച്ചത് മാത്രമല്ലാതെ പഞ്ചസാര ഡബ്ബ താഴെയിട്ട് പൊട്ടിച്ചിരിക്കണു. നിന്നെ ഇന്നിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. ഈ കരണ്ടിയും കൊണ്ട് നല്ല 4 തല്ല് വെച്ച് തന്നതന്നെ ഇനി നീ ഇതുപോലെ ചെയ്യില്ല. അമ്മ, അമ്മൂട്ടി തല്ലണ്ട. അമ്മൂട്ടി ഇത് പൊട്ടിച്ചിട്ടില്ല. അപ്പൂസാ പൊട്ടിച്ചത്. റിയ, കള്ളം പറയണ്ട. അപ്പൂസിനതൊന്നും എടുക്കാനേ പറ്റില്ല. നീ തന്നെ എടുത്ത് പൊട്ടിച്ചിട്ടുണ്ടാവും. സത്യം പറയേ, ആരാ പൊട്ടിച്ചത്? അമ്മ, അപ്പൂസേ പഞ്ചസാര കഴിക്കാൻ അമ്മൂട്ടി കൂട്ടിക്കൊണ്ട് വന്നത്. പക്ഷേ പഞ്ചസാര ഡബ്ബ അമ്മൂട്ടി പൊട്ടിച്ചിട്ടില്ല. അപ്പൂസാ പൊട്ടിച്ചത്. ഞാൻ പഞ്ചസാര കഴിച്ചപ്പോ അവ വേണം പറഞ്ഞു. അപ്പൊ ഞാൻ പഞ്ചസാര തരാ പറഞ്ഞപ്പോ അപ്പൂസാണ് ഡബ്ബയോട് വേണം പറഞ്ഞത്. അതാ ഞാൻ അവന്റെ കൈ കൊടുത്ത്. അപ്പൊ അവര് താഴെയിട്ട് പൊട്ടിച്ചു. അപ്പൊ അടുക്കളയ്ക്ക് വന്ന് പഞ്ചസാര എടുത്ത് കഴിച്ചത് നീയാണ്. എന്നിട്ട് അത് അവന്റെ കയ്യിലും കൂടെ കൊടുത്ത് രണ്ടുപേരും ചേർന്ന് പഞ്ചസാര ഡബ്ബ താഴെയിട്ട് പൊട്ടിച്ചു. ആദ്യക്കുട്ടൻ ചെറിയ കുട്ടിയാ, അവന് ഇതൊന്നും അറിയില്ല. ഇത് എല്ലാം ചെയ്തത് നീ തന്നെ. നീ കേട് കാണിക്കുന്നത് പോരാണ്ട് അപ്പൂസിനെ കൂടെ കൂട്ടിയിട്ട് വന്നിട്ട് അവനും കൂടെ ഇതുപോലെ കേടൊക്കെ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കണോ നീ? നിന്നെ ഇനിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. ഈ കരണ്ടിയും കൊണ്ട് 4 തല്ല് നിനക്ക് തന്നാ തന്നെ നീ ഇനി ഇതുപോലെ ചെയ്യില്ല. അയ്യോ, അപ്പൂസേ, അമ്മ തല്ലും. ഇനി ഇവിടെ നിന്ന് അമ്മന്റെ കയ്യിന്ന് നല്ലൊരു തല്ല് കൊള്ളും. അമ്മൂട്ടി പോണോ? നീ ഓടിക്കോ. റിയ, നിക്കവിടെ. പഞ്ചസാര ഡബ്ബ എടുത്ത് താഴെയിട്ട് പൊട്ടിച്ചിട്ട് ഇപ്പൊ തല്ലെന്ന് പറഞ്ഞപ്പോ ഓടിക്കളഞ്ഞോ നീ? നീ എവിടെ ഓടും? എവിടെ ഓടിയാലും അവസാനം അമ്മന്റെ അടുത്തേക്കല്ലേ വരണം. എടാ അപ്പൂസേ, നീയും നിന്റെ ചേച്ചിന്റെ കൂടെ ചേർന്ന് ഇതുപോലെ കേടുപണിയൊക്കെ ചെയ്യുവാണോ? നിന്റെ ചേച്ചി വരട്ടെ, അവൾക്ക് എന്തായാലും തല്ലുണ്ട്. ഇനി നീ അവളുടെ കൂടെ ചേർന്ന് ഇതുപോലെ പണി ചെയ്തോ, നിനക്ക് തല്ല് കിട്ടും, നോക്കിക്കോ.